ഹായ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 4 മണിക്ക് ചായക്കുള്ള കടി എന്താന്ന് നോക്കാം. എന്റെ നാട്ടിലൊക്കെ ഏത്തക്കാപ്പം എന്ന് പറയും. നിന്റെ നാട്ടിൽ എങ്ങനെയാ ഞാൻ പറയാ? പഴംപൊരി. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. പഴംപൊരി ഉണ്ടാക്കാൻ ഇനി ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. എന്നാൽ നമുക്ക് നോക്കാം. ഇത് വർക്കറും ഹെൽപ്പറും ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നതാണ് ഹെൽപ്പർ. ഇവിടെ അച്ചാച്ചനുള്ള സമയത്ത്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് കേട്ടോ, ഇവിടെ ഞങ്ങളെ രണ്ടാളും കൂടെ, അമ്മച്ചീനെ എന്നെയും കൂടെ അടുക്കള കണ്ടിട്ടുണ്ടെങ്കിൽ പറയും, ഇന്ന് വർക്കറും ഹെൽപ്പറും രണ്ടാളും ഉണ്ടല്ലോ എന്ന് പറയും. ഇപ്പൊ അടുത്ത ഹെൽപ്പർ എനിക്ക് പകരം അടുത്ത ഹെൽപ്പർ. ഇതിൽ എന്തേലും ഒരു ടേസ്റ്റ് വന്നാൽ അവള് പറയും, ഞാനാണ് നിന്റെ മാവ് കുഴച്ചത്, അതുകൊണ്ടാണ് ടേസ്റ്റ് എന്ന് പറയും. ഇതാണ് പഴം കേട്ടോ. ഞാൻ ഈറ്റിംഗ് ഹെൽപ്പർ. തൊലി കളഞ്ഞത് അവളായതുകൊണ്ട് പഴത്തിന് ഏത്തക്കാപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളുടെ അവിടെയൊക്കെ ഏത്തക്കാപ്പം എന്ന് പറയാ. ശരിക്കും പറഞ്ഞ ഞാൻ കുഴച്ച മാവിന് എന്ത് കൺസിസ്റ്റൻസി ആണ് മഞ്ഞപ്പൊടി വേണ്ട കേട്ടോ. എനിക്ക് അത്ര കളർ തോന്നണല്ലോ. പഴംപൊരി കഴിക്കണ്ടേ? പഴമ തിന്നു കഴിഞ്ഞാൽ പിന്നെ പഴംപൊരി കഴിക്കാൻ പറ്റുമോ? ശരിക്കും എന്റെ ചെറുപ്പത്തിലേ വീട്ടിലിങ്ങനെ ഏത്തപ്പഴം പുഴുങ്ങി ഞങ്ങൾക്ക് 3 ആൾക്ക് ഓരോന്ന് തന്നു കേട്ടോ. തന്നു കഴിഞ്ഞപ്പം ഓരോരുത്തർക്ക് ഓരോ പഴമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഈ ഏത്തപ്പഴം പുഴുങ്ങുമ്പോൾ അതിന്റെ നാരുണ്ടാവുമല്ലോ, ആ നാര് ഞാൻ ആദ്യം തിന്നു, പഴം ലാസ്റ്റ് തിന്നാൻ വേണ്ടി. ലാസ്റ്റ് പഴം തിന്നാൻ എനിക്ക് പറ്റിയില്ല, വയറ് നിറഞ്ഞു. അതിപ്പോഴും പറയും. അതിന്റെ ഒരു ഇതുണ്ടടി, ഏത്തപ്പഴം പുഴുങ്ങി കഴിയുമ്പോ ഒരു ഇതുണ്ട്, ഒരു നാര് പോലെ ഒരു സാധനം ഉണ്ട്. ഇപ്പൊ മനസ്സിലായി. പാത്രം അടുപ്പത്ത് വെച്ചു. ഉണ്ണിമോളുടെ വിചാരം ഉണ്ണിമോളാണിതിപ്പം. ഇനിയിപ്പം പപ്പയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ പറയും, ഞാനാട്ടാ എണ്ണ അടുപ്പത്തേക്ക് ഇട്ട് ഇതങ്ങോട്ട് ഇട്ടത്. എന്തോ എണ്ണ ചൂടായിട്ടില്ലടി. എണ്ണ ചൂടായെന്ന് പറയാൻ കൈ ഒന്ന് ആദ്യം വെച്ച് നോക്കാം, അപ്പൊ എണ്ണ ചൂടായെന്നറിയാം. ഞാൻ വേണ്ട കൈവെള്ളം. എണ്ണയിലേക്ക് ഇട്ടിട്ട് ചൂട് വന്നില്ല, എണ്ണയ്ക്ക് ചൂടായിട്ടില്ല. ഇവള് വെറുതെ ചൂടായി എന്ന് പറഞ്ഞ എണ്ണ ചൂടായിട്ടില്ല. നമ്മുടെ പഴത്തിന് നീളം കുറവാണ്. സാധാരണ കടയില് വലിയ പഴല്ലേ, അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ല. വീടുകളിൽ സാറിന് ഇങ്ങനെ ചെറുതായിട്ട് കടയിൽ നിന്ന് മേടിക്കുമ്പോഴാണ് നല്ല വലിപ്പത്തില്. ആ ക്രെഡിറ്റ് ഉണ്ണിമോള് തട്ടിയെടുത്തു. ഉണ്ണിമോള് പറഞ്ഞിട്ട് അത്ര ചെറുതായിട്ട് അരിഞ്ഞത്. ചെറുതാദ്യം ഇട്ടിട്ട് നീളത്തിൽ എടുത്തതിടാന്ന്. ഇത് വെളിച്ചെണ്ണയാണോ അമ്മച്ചിയെ? ഇന്നത്തെ വെളിച്ചെണ്ണ വിലക്ക് വെളിച്ചെണ്ണയാണോ?
ആ കൊച്ചൊരെണ്ണം ഇടട്ടടി. അത് സാരില്ല, ഒരെണ്ണം കുഞ്ഞാമ്മ ഇടട്ടെ. അതിലെത്ര നോക്ക്. സ്റ്റോപ്പ് ചെയ്യാം. എപ്പോഴും ഇവിടെ ഇങ്ങനെയൊന്നും അല്ല കേട്ടാ. ഇതിപ്പോ ഉണ്ണിമോൾക്ക് എന്ത് പറ്റിയെന്നറിയില്ല, അടുക്കള കേറി ഇതിനൊന്ന് വന്നത്. ഇങ്ങനെ എന്തേലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുമ്പോ അവള് വേറും. എന്നിട്ട് എന്തേലും ഒരു കംപ്ലൈന്റ് വന്നാ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല. രാമനാരായണ സാധാരണ കഴിച്ച പാത്രം കഴുകില്ല, കൈ വഴി കഴുകിച്ച് കൊടുത്താൽ അത്രയും സന്തോഷമുള്ള ആളാണ് ഇവിടെ ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ കയറിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യല്ലേ. നോക്കാമിച്ച അവള് കാണിക്കണേ. ഏത്തപ്പഴത്തിന് ഗ്രേവിയോ? ആൾക്കാർ കേട്ടാ എന്ത് പറയാ, ഏത്തപ്പഴത്തിന് ഗ്രേവി. സാധാരണ ചിക്കനൊക്കെയാണ് ഗ്രേവി, അതിന് ഗ്രേവി നല്ല പറയാ. പഴംപൊരി ഉണ്ടാക്കണേന് മുമ്പ് നീ ഏത്തപ്പഴം നല്ല ടേസ്റ്റില് പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ വയറ് നിറയും. ഞാൻ അതുകൊണ്ടാണ് ഏത്തക്കാപ്പം എന്ന് പറയുന്നത്. എനിക്കത് ശരിക്കും പറയാൻ കിട്ടില്ല. ഏത്തക്കാപ്പം പഴംപൊരി. പഴം അമ്മേനെ പോലെ പഴം പൊരി. എന്നാലും വേഗം പറയുമ്പോ തെറ്റും. പഴംപൊഴി. കുഞ്ഞാമ്പി സ്പീഡ് പറ. ഇങ്ങോട്ട് കിടന്നാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ചായയൊക്കെ വെക്കണം. എന്നിട്ട് ചായ വെച്ച് എല്ലാരും കൂടെ കഴിക്കുന്നതായിട്ട് എടുക്കാട്ടോ. ഇപ്പൊ നമ്മള് ഫ്രൈ പാനിലാണ് ഉണ്ടാക്കണത്. ഒറ്റയടിക്ക് പറിച്ചു. ഇനി അത് സെപ്പറേറ്റ് ആക്കി എടുത്താൽ കാരണം ഒത്തിരി വെളിച്ചെണ്ണയിലേക്കാണ് ഇടുക. പക്ഷെ ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വിലക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാനില്ല. ചിലര് ഇതൊക്കെ പാം ഓയിലൊക്കെ ഉണ്ടാക്കും. ഇവിടെ പാം ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം. ഇപ്പൊ സെപ്പറേറ്റ് ആക്കി ഇനി അടുത്ത എല്ലാം കൂടെ ഇട്ടെടുത്താൽ മതി. നമുക്ക് ഇനി അടുത്ത എല്ലാരും ഈ ചായയും പഴംപൊരി അഥവാ ഏത്തക്ക അപ്പം, ഇത് രണ്ടും കൂടി കഴിക്കുന്ന ഏത്തക്കാപ്പം. ഞങ്ങളുടെ കോട്ടയത്തേക്കൊക്കെ അങ്ങനെ ഏത്തക്കാപ്പം എന്ന് പറയാം. ഞാൻ വിചാരിച്ചു ചായ കുടിക്കുന്നതും ഏത്തക്കാപ്പം കഴിക്കുന്നതും എടുക്കാന്ന്. നോക്കി വന്നു കഴിഞ്ഞപ്പോ ഒരുത്തി ഇവിടെ അഭ്യാസം ഇതാ കാണിക്കുന്നുണ്ടല്ലേ. പാത്രത്തിലത് കിട്ടാൻ മതി പിടിച്ചോണ്ട് നിക്കുവാ എണ്ണ മാറാൻ. താഴെ പോണം, അപ്പൊ കഴിയും. ഒരു ട്രിപ്പ് പൊരിച്ചെടുത്തു. അടുത്ത ട്രിപ്പ് അടുപ്പിൽ കിടക്കുന്നുണ്ട്. അടുത്ത ട്രിപ്പ് ഇതും കൂടെ കഴിഞ്ഞു അല്ലേ? അതിന്റെ ഇതിന് നീ എന്താ ഗ്രേവി എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്തായാലും പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാ ഇതും കൂടെ ഉള്ള എന്താണോ എനിക്കൊക്കെ പെട്ടെന്ന് പറയാൻ കിട്ടില്ല. അതിന് നീ ഏത്തക്കാപ്പം എനിക്ക് സ്പഷ്ടമായിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പഴംപൊരി ഉണ്ണിമോളെ ഡീ ഒന്ന് വാ. പഴംപൊരി റെഡി. വാടിയെന്ന് ഇനി പഴംപൊരി ഞാൻ
അത് ഉണ്ണിമോൾ സ്പെഷ്യൽ. ഉണ്ണിമോളുടെ ഗ്രേവി, ഉണ്ണിമോളുടെ സ്പെഷ്യൽ. പഴംപൊരിയുടെ ഗ്രേവി. എങ്ങനെ ഉണ്ടാക്കണേ? കുറച്ച് ഇച്ചിരി കൂടെ ഉണ്ടാക്കുക. 1 സ്പൂൺ എടുക്കുക. 1 സ്പൂൺ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുക. അതിൽ ഒഴിക്കുക. അങ്ങനെ തന്നെ അതിൽ ഒഴിക്കുക. ഇതാണ് ഗ്രേവി. എന്ത് പറ്റിയിരിക്കുന്ന ഇതുപോലെ അങ്ങനെ വട്ടത്തിൽ ഉണ്ടാക്കും കേട്ടോ. അവിടെ എവിടെ ചാർജാണില്ല. ഉണ്ണിമോളെ പഴംപൊരി പഴംപൊരി പറ. 10 പ്രാവശ്യം പറയും. പഴംപൊരി 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 പഴംപൊരി. ഇത് പറയുന്നേക്കാൾ എളുപ്പം ഏത്തക്ക അപ്പം. ഏത്തക്ക അപ്പം എന്ന് പറയുന്നത് അല്ലല്ലോ ഇനി ഒരു എളുപ്പമാർക്കുണ്ട്. എണ്ണ പെട്ടെന്ന് വഴിയില്ലെങ്കിൽ നമ്മൾ പേപ്പറിൽ വയ്ക്കുക. എണ്ണ പേപ്പറിലേക്ക് അയക്കും. ആർക്കും അറിയില്ലായിരുന്നു. പുതിയ അറിവാണ് കഴിച്ചത്. അറിവില്ലാത്തവരെ പറഞ്ഞു തരുന്നത് പറയുന്നു. അല്ല, മുതിർന്നവര് പറയുന്നത് ആദ്യം കഴിക്കും. ഇപ്പൊ ആർക്കും അറിയില്ലേ. ഞാൻ കഴിക്കും മധുരിക്ക്, കഴിക്കും മധുരം. ഞാൻ പറഞ്ഞത് എനിക്കറിയാം പഴംപൊരി, എനിക്കറിയാം പഴംപൊരി മധുരമാണ്. മുതിർന്നവര് പറയണത് ശരിയാവും. മുതിർന്ന് കളവ് ചെയ്യുന്ന മനസ്സിലായില്ലേ. അല്ലാണ്ട് നിങ്ങൾ പിന്നെ എന്റെ കൊച്ചുമക്കളല്ല, ഞാൻ കളവിയാവും. പിന്നെ ഞാൻ യുവതിയാണോ? പറയാൻ പറ്റില്ല. ഇതിവിടെ ആരും തെറ്റ്. ഇതിവിടെ സ്വാഭാവികം. തിരിച്ചിവിടെ അറ്റാക്ക് മൂഡുണ്ട്. ഇവിടെ അറ്റാക്ക് മൂഡ്. ഒരു മരുന്നല്ലേ വെക്കുമ്പോ നമുക്ക് ചായ. പഴംപൊരിയും ചായയും കുടിക്കാം എല്ലാവർക്കും. ഉണ്ണിമോളുടെ എന്തിട്ടാണ് ഗ്രേവി. ഇപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒന്നിച്ചിരുന്ന് നല്ല ചായ കുടിക്കാറ്. ഇപ്പൊ സൺഡേ ആയതുകൊണ്ട് എല്ലാരും കൂടെ ഉള്ളത് കൊണ്ടും. കുഞ്ഞാമിക്ക് ചായ വേണ്ട. കുഞ്ഞാമി ചായ കുടിക്കാറില്ല. കുഞ്ഞാമിക്ക് അപ്പൊ ഇന്നത്തെ ചായ കുടിച്ച് പരമ്പര എങ്ങനെയുണ്ട് പറഞ്ഞാ? എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് പരമ്പര? ഞാനല്ല ഉണ്ടാക്കിയത്, അമ്മച്ചേണ്ട്. ഉണ്ണിമോളാ ഉണ്ടാക്കിയത്. ഇന്നത്തെ ചായയും ഞാൻ പറയട്ടെ, ഞാൻ പഴം തൊലി കളഞ്ഞു, പഴം മുറിച്ച് അമ്മച്ചി അതിന്റെ ചാറ് മിക്സാക്കിയത് ഞാൻ, ഇട്ടത് അമ്മച്ചി, കോരിയത് ഞാൻ, വെച്ചത് ഞാൻ കഴിച്ചു. അപ്പൊ ഇന്നത്തെ പരമ്പരയും ചായയും അപ്പൊ എല്ലാവരുടെയും പരമ്പര എങ്ങനെയുണ്ടെന്ന് ചോദിക്കടി, അഭിപ്രായം ചോദിക്കടി. പരമ്പരയ്ക്ക് വേറൊരു പേരുണ്ട്, എന്താന്ന് പറയോ? ഏത്തക്കാപ്പോ എന്താണ് പേര്? രതീഷ്. പരമ്പരയ്ക്ക് രതീഷ് എന്നൊരു പേരുണ്ട്. ഇത് ഇവര് ഓൾഡ് ജനറേഷൻ അറിഞ്ഞൂടാ. ഒരു സിനിമയില് ഇങ്ങനെ പറഞ്ഞു കൊടുക്കടി. കട്ടപ്പനയിലെ ഋതിക് റോഷനകത്ത് ഇങ്ങനെ ഒരു പരമ്പരയെ എടുത്തിട്ട്. ശരി, അപ്പൊ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം അല്ലേ? ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇനി എന്താന്ന് അറിയത്തില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരാം.